അപ്പം ഞാൻ ഈ ഡയറക്ടേഴ്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇതാകും. അപ്പം ചില സമയങ്ങളിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഡയറക്ടേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ വലിയ ഡയറക്ടേഴ്സിനെ വിളിക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷെ നമുക്കറിയാം ഇവരെടുക്കൂലാതെ. പക്ഷെ നമുക്കിത് വിളിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഞാൻ വിളിച്ചല്ലോ, പുള്ളി ഫോണിച്ചില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് വിളിച്ചില്ലെങ്കിൽ എല്ലാവരും പറയാം, എടാ നിനക്ക് വിളിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു ഉൾക്കുത്തുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ശരി എല്ലാവരും വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും വിളിക്കാറുണ്ട്. ഞാൻ അമൽ നീരജ് സാറിനെ വിളിക്കും. അപ്പൊ എനിക്ക് ആദ്യത്തെ പടം ചെയ്തിട്ട് പരിചയമുണ്ട്. എന്റെ ആദ്യത്തെ പടം യോമിന്റെ പുസ്തകം സാറുമായിട്ട് പരിചയമുണ്ട്. അപ്പൊ സാറിന് ആ സമയത്ത് നമ്പർ മേടിച്ച് വെച്ചിട്ടുള്ള പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് വിളിക്കാറില്ല. പക്ഷെ പുള്ളി ഫോൺ എടുക്കാറില്ല. അമലേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ആ സീനെ. ഈ ഇടയ്ക്ക് ഞാൻ പുള്ളി ആരോ ഇങ്ങനെ സാർ ഏതൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, എടാ ഒന്ന്. അപ്പൊ ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ അയക്കും, സാർ ഇടയ്ക്ക് റിപ്ലൈ ഒക്കെ തരാറൊക്കെ ഉണ്ട്. വന്നു വിപ്രസം വിളിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്ക് ഉറപ്പാ പുള്ളി എടുക്കൂല അത്. അപ്പൊ വിളിച്ച് ഫോൺ എടുത്ത് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ പുള്ളി ഫോൺ എടുത്ത് സാറ് ഫോൺ എടുക്കുന്നോട്ട് പ്രതീക്ഷ സാറ് ഫോൺ എടുക്കുന്നോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ ഇങ്ങനെയാണ്, ഇതാണ് പരിപാടി, ഇങ്ങനെ അടുത്ത പടത്തിൽ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. അവൻ സാറിനെ സാറിന്റെ ഒച്ച അങ്ങനെയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു സാറൊട്ടും വിചാരിച്ചിട്ട് എടുക്കും. അപ്പൊ അത് കേട്ടിട്ട് പുള്ളി മറ്റേ വിചാരിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞു സാറേ എങ്ങനെ. അപ്പൊ അടുത്ത് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അറിയിക്കാം. ഞാൻ മറ്റേ ഫോൺ വെച്ചിട്ട് ഇതെന്താ ഇപ്പൊ സംഭവിച്ച